വേണം പാൻ പരാഗ് ശരി അതാ ഓളിമ്പി നമുക്ക് അവിടെ നിൽക്കാം അപ്പുറം നിൽക്കാം. അങ്ങനെ ഒരുപാട് നാള് കാത്തിരുന്ന് ഞങ്ങൾ 4 പേരും കൂടി ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. ഇപ്പൊ 3 ഏഴും ഒരാളും കൂടി വരാനുണ്ട് കേട്ടോ. വേറെ എവിടേക്കും അല്ല, കോഴിക്കോടായിരുന്നു ഞങ്ങൾ സ്റ്റേക്കേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ട്രെയിനിലാണ് പോയത്. ട്രെയിൻ ഇറങ്ങി നേരെ പോയത് പാരഗൺ ഹോട്ടലിലേക്കായിരുന്നു. രാവിലെ നേരത്തെ പോയാല് തിരക്ക് കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. 11:45 അവിടെ എത്തിയ സമയത്ത് തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു കോഴിക്കോട് പാരഗണിലെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലായിരുന്നു. പിന്നീട് ഇനി ബിരിയാണി എന്തുണ്ട് എന്ന് ചോദിച്ചാല് നമ്മുടെ കണ്ണൂര് കല്യാണ വീടുകളിൽ തലേന്ന് കിട്ടുന്ന ബിരിയാണി ഉണ്ടാവില്ലേ, ആ ഒരു ബിരിയാണിയുടെ സെയിം ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് കണ്ണൂര് കല്യാണ വീട്ടിലെ തലേന്നത്തെ ബിരിയാണിയാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. അങ്ങനെ ആ പൂതിയും അങ്ങ് മാറിക്കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഓട്ടോന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഊബറൊക്കെ ഉള്ളതുകൊണ്ട് സുഖമാണ്, ഇപ്പം കുറെ നേരം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഊബറൊക്കെ കിട്ടി, ഞങ്ങൾ ആ വീട്ടിലെത്തി. ഇതാണ് അമ്മിണി വീട്. സ്റ്റേക്കേഷനൊക്കെ നോക്കിയ സമയത്ത് ആദ്യം തന്നെ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ വീടിന്റെ പേരാണ് അമ്മിണി വീട്. അതെന്താ അവർ ഈ പേരിട്ടെന്ന് ഒരുപാട് ആലോചിച്ചു. അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലുണ്ട് കേട്ടോ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്